വായ്പ വഴി നിർമ്മിക്കുന്ന റോഡുകൾക്ക് ഇനി മുതൽ ടോൾ ഉണ്ടാവില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ വ്യക്തമാക്കി. സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾക്കിടെ കൂടെ കിഫ്ബിയുടെ പരിധിയിൽ കൊണ്ടുവരും. സെബി, റിസർവ് ബാങ്ക് എന്നിവയുടെ ലൈസൻസ് ഇല്ലാതെയാണ് കിഫ്ബി വഴി ബോണ്ടുകൾ വിതരണം ചെയ്യുന്നതെന്ന് വി.ഡി. സതീശൻ തടസ്സവാദം ഉന്നയിച്ചു. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, വളരെ നിർണായകമായ ഒരു തീരുമാനം. അതിനിടയിൽ നിരവധി പ്രത്യാരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ന് സഭയിൽ ഉയർന്നു വന്നത്? അഞ്ജു, കേരള അടിസ്ഥാന സൗകര്യ ഭേദഗതി ബില്ലിന്റെ അവതരണത്തെ ചൊല്ലി ചൂടേറിയ വാഗ്വാദങ്ങൾക്കാണ് സഭ സാക്ഷി വഹിച്ചത്. അവതരിപ്പിക്കപ്പെട്ട കിഫ്ബി ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനവും കേന്ദ്രവും പരിപാലിച്ചു പോകുന്ന നിരവധി നിയമങ്ങളുടെ ലംഘനമാണെന്ന് മുൻ ധനകാര്യമന്ത്രി കെ.എം. മാണി കുറ്റപ്പെടുത്തി. നിയമം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിനെ നിയമസഭയിൽ വിളിച്ചു വരുത്തി സഭ നിയമോപദേശം തേടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സെബിയുടെയും അംഗീകാരമോ ലൈസൻസോ ഇല്ലാതെയാണ് ബോണ്ടുകൾ വഴി പണം കൈപ്പറ്റാൻ അധികാരമുള്ള ഒരു ബോർഡ് രൂപീകരിക്കുന്നതെന്ന് വി.ഡി. സതീശൻ തടസ്സവാദം ഉന്നയിച്ചു. എന്നാൽ ഇതിൽ നിയമപ്രശ്നങ്ങളില്ലെന്നും ബിൽ നിയമമായതിനു ശേഷം ആവശ്യമെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമാണെന്നും ഐസക് മറുപടി നൽകി. കിഫ്ബിക്ക് വേണ്ടി മോട്ടോർ വാഹന നികുതി നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. കിഫ്ബി വഴി നിർമ്മിക്കുന്ന റോഡുകൾക്ക് BOT ടോളുകൾ കൊടുത്തു മാത്രമേ ഇനി കേരളത്തിൽ സഞ്ചരിക്കാനാവൂ എന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പരിഹാസ രൂപേണ പറഞ്ഞപ്പോൾ അസന്നിഗ്ധമായി തോമസ് ഐസക് ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. കിഫ്ബി വഴി നിർമ്മിക്കുന്ന അടിസ്ഥാന സൗകര്യ മേഖലയിൽ നിർമ്മിക്കുന്ന റോഡുകൾക്കോ പാലങ്ങൾക്കോ യാതൊരു കാരണവശാലും ടോൾ കൊടുക്കേണ്ടി വരില്ല എന്ന് ഐസക് പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകളെ കൂടി കിഫ്ബിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വായ്പ കൊടുക്കാൻ മാത്രമുള്ള അധികാരമുള്ള ഏജൻസിയായിരുന്നു കിഫ്ബി എങ്കിൽ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ പണം വിനിയോഗിക്കാൻ കഴിയുന്ന ഏജൻസിയാക്കി കിഫ്ബിയെ മാറ്റാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ഐസക് പറഞ്ഞു. വായ്പ എടുക്കുന്നത് കിഫ്ബി വഴി എടുക്കുന്ന വായ്പ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി ഒരിക്കലും വകമാറ്റി ഉപയോഗിക്കില്ല. അത് കൃത്യമായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രമായി വിനിയോഗിക്കും. മുഖ്യമന്ത്രി ചെയർമാനായ 15 അംഗങ്ങളുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബോർഡ് ആണ് നിലവിൽ വരിക. ധനകാര്യ സാമ്പത്തിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദേശീയ പ്രോസ്പെക്റ്റീവുള്ള ആളുകളായിരിക്കും ഇതിലെ അംഗങ്ങൾ. പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ ബില്ല് അവതരണത്തിന് മുന്നോടിയായി സംസാരിച്ചു. സാമ്പത്തികകാര്യ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് നിലവിൽ വിട്ടിരിക്കുകയാണ്. അഞ്ജു, ശരി, വ്യക്തമാണ്. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അമൃത കൽപ്പിത സർവകലാശാല നടത്തിയ മെഡിക്കൽ പ്രവേശനം റദ്ദാക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. അമൃതയുടെ കൌൺസിലിംഗ് നിയമവിരുദ്ധമെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം ഏകീകൃത പ്രവേശനത്തിൽ കേരളത്തിന്റെ കേസ് കോടതി നാളെ പരിഗണിക്കും. കേരള ഹൈക്കോടതി വിധി റദ്ദാക്കണം. സംസ്ഥാനത്തെ സ്വാശ്രയ പ്രവേശനത്തിൽ നീറ്റ് അട്ടിമറിക്കാൻ മാനേജ്മെന്റുകളെ അനുവദിക്കില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സർക്കാർ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്നാണ് പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചത്. 14-ാം നിയമസഭയുടെ 2ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം സ്വാശ്രയ പ്രവേശന വിഷയം സഭയെ പ്രക്ഷുബ്ധമാക്കി. എന്നാൽ സ്വാശ്രയ പ്രവേശനത്തിൽ നീറ്റ് അട്ടിമറിക്കാൻ മാനേജ്മെന്റുകളെ അനുവദിക്കില്ലെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവന നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സർക്കാർ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നീറ്റ് മെറിറ്റ് അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും നടപടി ഏതെങ്കിലും കോളേജുകളുടെയോ മാനേജ്മെന്റുകളുടെയോ ഭാഗത്തുനിന്നുണ്ടായാൽ കർക്കശമായി തന്നെ നമുക്കതിനെ നേരിടാനാവും. സർക്കാർ ആ നിലപാടാണ് സ്വീകരിക്കുക. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ സമരവും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സർക്കാരിന് യാതൊരു വൈമനസ്യവുമില്ല. തുടർന്നാണ് സഭാ നടപടികളുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. നേരത്തെ അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ അവതരിപ്പിച്ച പ്രതിപക്ഷം കേരളം കണ്ട ഏറ്റവും വലിയ തീവട്ടിക്കൊള്ളയാണ് കരാറെന്ന് ആരോപിച്ചു. തലവരിപ്പണം സർക്കാർ നിയമവിധേയമാക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയൊരു കൊള്ളയ്ക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണ്. നിങ്ങൾ തലവരിപ്പണത്തെ ലീഗലൈസ് ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായ കേരളത്തിൽ. സാർ, ഈ രംഗത്ത് ഇവരുണ്ടാക്കിയ കരാറ് അധാർമികമാണ്. കഴിഞ്ഞ 5 വർഷം UDF സർക്കാർ വർദ്ധിപ്പിച്ച ഫീസിനേക്കാളും കൂടുതലാണ് LDF സർക്കാർ ഇപ്പോൾ വരുത്തിയ വർധനവെന്ന് വിഷയം അവതരിപ്പിച്ച മുൻ മന്ത്രി VS ശിവകുമാർ ആരോപിച്ചു. എന്നാൽ ഇത്തവണത്തെ കരാർ മുഖേന മെറിറ്റ് സീറ്റിൽ വൻ വർധനവാണുണ്ടായിട്ടുള്ളതെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ മറുപടി നൽകി. മെറിറ്റ് സീറ്റിന്റെ എണ്ണം വളരെയേറെ വർദ്ധിച്ചു. BPL കാറ്റഗറിയിൽപ്പെട്ട മെറിറ്റ് സീറ്റിന്റെ എണ്ണം 120 എണ്ണം ഇത്തവണ വർദ്ധിച്ചു സർ. അതുപോലെ മൊത്തം മെറിറ്റ് സീറ്റ് നേരത്തെ
750 ആയിരുന്നത് 1150 ഇത്തവണ വർദ്ധിച്ചു സർ. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ സ്വാശ്രയ കരാർ പൊളിച്ചെഴുതണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് താൽക്കാലികമായി സഭ നിർത്തിവെച്ച് കക്ഷിനേതാക്കളുമായി സ്പീക്കർ ചർച്ച നടത്തി. ശേഷം സഭ പുനരാരംഭിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രസ്താവന നടത്തിയത്. നിയമസഭയിൽ നിന്നും എസ് ഷീജ. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാരുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. സ്വാശ്രയ കരാറിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അതേസമയം സ്വാശ്രയ പ്രശ്നത്തിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ മാർച്ചിൽ പലയിടത്തും അക്രമമുണ്ടായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSU പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിനെതിരെയുള്ള സമരം രക്തരൂക്ഷിതമായിരുന്നുവെന്ന് വരുത്തി തീർക്കാൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ മാർച്ചിലാണ് പോലീസിന്റെ മർദ്ദനമേറ്റെന്ന് പ്രചരിപ്പിക്കാനായി ശരീരത്തിലും വസ്ത്രത്തിലും ചുവന്ന ചായം പൂശി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിനെത്തിയത്. ഇത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ. ഇവർ എത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന്. ഈ യൂത്തന്മാരുടെ വസ്ത്രങ്ങളിൽ കാണുന്നത് മർദ്ദനമേറ്റ് മുറിഞ്ഞതിന്റെ രക്തപ്പാടുകളാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. സമരത്തിന് വന്നവർ സമരം കൊഴിപ്പിക്കാൻ ചുവന്ന ചായവുമായാണ് എത്തിയത്. സ്വന്തം വസ്ത്രങ്ങളിൽ പോലീസ് ലാത്തിചാർജ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചായം പുരട്ടി. രക്തം ചൊരിയുന്നതിന്റെ ഫീലിംഗ് ഉണ്ടാക്കി യൂത്തന്മാർ സമരരംഗത്ത് ആക്രോശിച്ചു. ചായം പുരട്ടി നടത്തിയ സമരത്തിന്റെ കള്ളി വെളിച്ചത്തായതോടെ KSU യൂത്ത് കോൺഗ്രസുകാർ ഒരിക്കൽ കൂടി തങ്ങളുടെ ഇത്തരത്തിലുള്ള കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. പോലീസിനെ കണ്ടപാടെ ഓടി ഒളിച്ചവരാണ് അരങ്ങ് തകർത്ത ഈ ബിരുദന്മാർ എന്നതും പറയാതെ വയ്യ. UDF വിട്ട കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നിലപാടായിരുന്നു സഭയിലെ ആദ്യ ദിവസത്തെ കൗതുകം. പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന മാണിയുടെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചു. സഭയിൽ പ്രശ്നാധിഷ്ഠിത നിലപാട് സ്വീകരിക്കുമെന്ന് മാണി പീപ്പിൾ TVയോട് പറഞ്ഞു. സഭാ നടപടികൾ തുടങ്ങിയതിനു ശേഷം 8:50 KM മാണിയുടെ നേതൃത്വത്തിൽ മാണി വിഭാഗം MLA മാർ നിയമസഭയിലെത്തിയത്. മാണിയുടെ ഇരിപ്പിടവും നിലപാടുകളുമായിരുന്നു ആദ്യ ദിവസത്തെ കൗതുകം. പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന മാണി വിഭാഗത്തിന്റെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചിട്ടുണ്ട്. സീറ്റുകളുടെ പുനഃക്രമീകരണം പൂർത്തിയായിട്ടില്ലാത്തതിനാൽ താൽക്കാലികമായി പുതിയ ഇരിപ്പിടം. ഒന്നാം നിരയിൽ 6ാമതായി ഉമ്മൻചാണ്ടിക്കും രാജഗോപാലിനും ഇടയിലായിരുന്നു മാണിയുടെ ഇരിപ്പിടം. തൊട്ടുപിന്നിൽ PJ ജോസഫും CF തോമസും. 3ാം നിരയിൽ മോൻസ് ജോസഫ്. 5ാം നിരയിൽ ജയരാജ്. പുനഃക്രമീകരണം പൂർത്തിയായതിനു ശേഷം പ്രത്യേക ബ്ലോക്കായി തന്നെ സീറ്റ് അനുവദിക്കും. പ്രശ്നാധിഷ്ഠിത നിലപാടായിരിക്കും നിയമസഭയിൽ സ്വീകരിക്കുകയെന്ന് KM മാണി പീപ്പിളിനോട് പറഞ്ഞു. പുതിയ തുടക്കമാണല്ലോ, സ്വതന്ത്രമായൊരു സീറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് പുതിയ തുടക്കമായി. ഞങ്ങൾ ഇഷ്യൂ ബേസ്ഡ് ആ കാര്യങ്ങളൊക്കെ. നല്ലതിനെ പിന്താങ്ങും, തെറ്റിനെ ഞങ്ങൾ എതിർക്കും. സ്വാശ്രയ പ്രശ്നത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ച് നടുത്തളത്തിൽ കുത്തിയിരുന്നപ്പോൾ KM മാണി ഒപ്പമിരിക്കാതെ വാക്കൌട്ട് നടത്തി. ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനമനുസരിച്ചാണ് മാണി UDF വിട്ടത്. ഇതോടെ പ്രതിപക്ഷത്തിന്റെ അംഗബലം 47-ൽ നിന്ന് 41 കുറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KK ശൈലജ ടീച്ചർ സ്വാശ്രയ വിഷയത്തിൽ സംസാരിക്കുകയാണ്. അതിന്റെ ശബ്ദ സംരക്ഷണത്തിലേക്ക്. 2 ചോയ്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോവുക. രണ്ടാമത്തത്, മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് 50% മെറിറ്റ് സീറ്റ് സർക്കാരിന് വിട്ടുതരാൻ അവരെ നിർബന്ധിക്കുകയും ഒരു അഗ്രിമെന്റിൽ ഒപ്പിടുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മാർഗമാണ് സ്വീകരിച്ചത്. കാരണം നവംബർ 30-ന് അലോട്ട്മെന്റ് പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു അപ്പീൽ പോകുന്നതിന് ആവശ്യമായത്ര സമയമില്ല. ഇതിന്റെ അലോട്ട്മെന്റിന്റെ ഡേറ്റ് എല്ലാം സുപ്രീം കോടതി നേരത്തെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് പ്രോസസ് നീണ്ടുപോകുമ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാമുള്ള ഉത്കണ്ഠയുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വലിയ ആശയക്കുഴപ്പമില്ല. സ്വാശ്രയ വിഷയത്തിൽ ശൈലജ ടീച്ചർ സംസാരിക്കുകയായിരുന്നു. അതിന്റെ ശബ്ദ സംരക്ഷണമാണ് കേട്ടത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചർച്ചകൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊലപാതകത്തിന് പരിശീലനം നൽകുന്ന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ 2726 കോടിയിലേറെ രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴി വിതരണം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിലെ ചോദ്യോത്തരങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി.
രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംബന്ധിച്ച ചോദ്യോത്തരങ്ങളോടെയാണ് 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ദിനത്തിൽ ആദ്യമുയർന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കണ്ണൂരിൽ മാത്രം 6 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എന്നാൽ ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല കണ്ണൂരിലേതെന്നും ഒരു കൂട്ടർ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്നും പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കൊലപാതകം നടത്താൻ വേണ്ടി ഫലപ്രദമായി കൊലപാതകം എങ്ങനെ നടത്താം എന്നതിന് പരിശീലനം നൽകുന്ന ചില സംഘടനകൾ കേരളത്തിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചതുകൊണ്ട് മാത്രം അവരുടെ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. അതിന് കർക്കശമായ നിയമ നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ. രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിൽ കൊലപാതകങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അവിടെയും വ്യത്യാസമുണ്ട്. കൊലപാതകത്തിന് പരിശീലനം കൊടുക്കുന്ന സംഘടന നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും ചിലപ്പോൾ ഉണ്ടാവും ഇവിടെ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 2726.36 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം അറിയിച്ചു. 36,77,430 പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 9,708 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തതായും മുഖ്യമന്ത്രി TV രാജേഷ് MLAയുടെ ചോദ്യത്തിന് മറുപടി നൽകി. ആറന്മുള വിമാനത്താവളത്തിന് അനുകൂലമായി വ്യവസായ വകുപ്പും ഗതാഗത വകുപ്പും നൽകിയ ഉത്തരവുകൾ റദ്ദാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇറച്ചിക്കോഴി വ്യാപാരികൾക്ക് അനധികൃതമായി നികുതി ഇളവ് നൽകിയ കേസിൽ മാണിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. എഫ്ഐആർ റദ്ദാക്കണമെന്ന മാണിയുടെ ഹർജിക്കുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് വിജിലൻസ് തെളിവുകൾ അക്കമിട്ട് നിരത്തുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകളും സത്യവാങ്മൂലത്തോടൊപ്പം വിജിലൻസ് സമർപ്പിച്ചിട്ടുണ്ട്. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KM മാണി മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇറച്ചിക്കോഴി വ്യാപാരികൾ നൽകിയ നിവേദനം റവന്യൂ മന്ത്രിക്ക് കൈമാറുക മാത്രമാണ് താൻ ചെയ്തതെന്ന മാണിയുടെ വാദം അടിസ്ഥാനരഹിതമാണ്. 2013 ജനുവരി 20 ലഭിച്ച നിവേദനത്തിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്തതായി മാണി തന്നെ കുറിച്ചതായി വിജിലൻസ് കണ്ടെത്തി. ഈ ഫയൽ മുകുന്ദപുരം തഹസീൽദാർക്ക് നൽകി തുടർ നടപടികൾ നിർത്തിവയ്പ്പിച്ചു. 62 കോടി രൂപയുടെ നികുതി കുടിശ്ശികയ്ക്ക് സ്റ്റേ നൽകാൻ ധനമന്ത്രിക്ക് അധികാരമില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂവെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടി. ആയുർവേദ മരുന്ന് കമ്പനികൾക്ക് നികുതി നിരക്ക് കുറച്ചു നൽകിയതിലും അഴിമതി നടന്നതായി വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. നികുതി നിരക്ക് 12% നിന്നും 4% മുൻകാല പ്രാബല്യത്തോടെ കുറച്ചു നൽകുകയായിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. വ്യാപാരികൾ ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുത്ത കോടികൾ ഇതോടെ കമ്പനികൾ സ്വന്തമാക്കി. ഈ ഉത്തരവിന് പിന്നിലും അഴിമതിയുള്ളതായി വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. രാവിലെ ഹർജി പരിഗണിച്ച കോടതി കേസ് നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ മന്ത്രി കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ബാബുവിന്റെ ഭാര്യ ഗീതയെ വിജിലൻസ് ചോദ്യം ചെയ്തു. ബാങ്ക് ലോക്കറുകൾ കാലിയാക്കിയത് സംബന്ധിച്ച് അറിയുന്നതിനാണ് ഗീതയെ ചോദ്യം ചെയ്തത്. ബാബുവിന്റെ സഹോദരൻ ജോഷിയിലേക്കും അന്വേഷണം നീളുകയാണ്. കേസന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് ബാങ്ക് ലോക്കറുകൾ പരിശോധിച്ചപ്പോൾ അവ കാലിയാക്കിയിരുന്നതായി കണ്ടെത്തിയിരുന്നു. ബാങ്ക് രേഖകളിൽ നിന്നും കഴിഞ്ഞ മാസം 10 ബാബുവിന്റെ ഭാര്യ ഗീത ലോക്കർ തുറന്നതായി വ്യക്തമായി. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളുമായി ഗീത ലോക്കറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. ലോക്കറിൽ നിന്നും മാറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിനാണ് വിജിലൻസ് ഗീതയെ ചോദ്യം ചെയ്തത്. 2 ദിവസം മുമ്പ് ബാബുവിന്റെ വീട്ടിലെത്തി നടത്തിയ ചോദ്യം ചെയ്യൽ 3 മണിക്കൂറോളം നീണ്ടു. തന്റെ സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിൽ നിന്നും വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു എന്ന് ഗീത മൊഴി നൽകിയെന്നാണ് വിവരം. വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെ വിജിലൻസ് കണ്ടെത്തിയത് ഈ സ്വർണ്ണാഭരണങ്ങളാണെന്നും ഗീത വിജിലൻസിന് നൽകിയ മൊഴിയിലുണ്ട്. ബാബുവിന്റെ സഹോദരൻ കെ ജോഷിയെയും വിജിലൻസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ വിളിച്ചുവരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ബാബുവിന്റെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിരുന്നു LIC ഉദ്യോഗസ്ഥനായ സഹോദരനെ ചോദ്യം ചെയ്തത്. ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയവരെയും വിജിലൻസ് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടൈറ്റാനിയം കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി അന്വേഷണ സംഘം വിജിലൻസ് കോടതിയെ അറിയിച്ചു. കേസിൽ തെളിവുകൾ ശേഖരിക്കാൻ 2 മാസത്തെ സാവകാശം വേണമെന്ന വിജിലൻസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു വിജിലൻസ് മുൻ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തുന്നു എന്ന കാര്യം കോടതിയെ അറിയിച്ചത്. ടൈറ്റാനിയം കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചന്ദ്രശേഖരൻ അറിയിച്ചു. കേസന്വേഷണത്തിനായി 2 മാസം അനുവദിക്കണമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആവശ്യം കോടതി അനുവദിച്ചു.
ടൈറ്റാനിയം കേസിലെ ഹർജിക്കാരനായ ജയന്റെ പരാതിയിന്മേലാണ് വിജിലൻസ് അന്വേഷണ പുരോഗതി അറിയിച്ചത്. ടൈറ്റാനിയം കമ്പനിയിൽ മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി മെക്കോണുമായി ഏർപ്പെട്ട കരാറിൽ 165 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ടൈറ്റാനിയം ഈ കരാറിൽ ഏർപ്പെട്ടതോടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ക്യാബിനറ്റോ പബ്ലിക് എന്റർപ്രൈസസ് ബോർഡോ ചേരും മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പ്ലാന്റിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ത്യാഗരാജൻ കമ്മിറ്റിക്ക് കത്തയച്ചു. ന്യൂട്രലൈസേഷൻ പ്ലാന്റ് മാത്രം സ്ഥാപിച്ചാൽ മതിയെന്നിരിക്കെ ഉയർന്ന തുകയ്ക്ക് മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ വാങ്ങിയത് വഴി കമ്പനിക്ക് കോടികളുടെ നഷ്ടമുണ്ടായതായിട്ടാണ് ആരോപണം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല, വ്യാവസായിക സെക്രട്ടറിയായിരുന്ന T. ബാലകൃഷ്ണൻ, ടൈറ്റാനിയം MD ഈപ്പൻ, മെക്കോൺ ജനറൽ മാനേജർ ഭാസ്കരൻ, ഗിൻഡക്സ് രാജീവൻ, വ്യാവസായിക മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവരാണ് കേസിലെ ആരോപണ വിധേയർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് നേരെ ചെരുപ്പേറ്. ഉത്തർപ്രദേശിലെ സീതാപൂരിൽ റോഡ് ഷോയ്ക്കിടെയാണ് രാഹുലിന് നേരെ ചെരുപ്പേറുണ്ടായത്. ചെരുപ്പെറിഞ്ഞയാളെ പോലീസ് പിടികൂടി. സീതാപൂർ സ്വദേശിയായ ഹരിയോം മിശ്ര എന്ന 35 വയസ്സുകാരനാണ് പിടിയിലായത്. തുറന്ന ജീപ്പിൽ അംഗരക്ഷകരോടൊപ്പം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു പോകുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ അപ്രതീക്ഷിതമായി ചെരുപ്പേറുണ്ടായത്. രാഹുലിന്റെ ദേഹത്ത് ചെരുപ്പ് കൊണ്ടില്ല. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ കാണാൻ റോഡിനിരുവശത്തുമുണ്ടായിരുന്നു. ഇവരിൽ നിന്നും ചെരുപ്പെറിഞ്ഞയാളെ പോലീസ് പിടികൂടി. സീതാപൂർ സ്വദേശിയായ ഹരിയോം മിശ്ര എന്ന 35 വയസ്സുകാരനാണ് ചെരുപ്പെറിഞ്ഞത്. കാശ്മീരിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ രാഹുലിന് സമയമില്ലെന്ന് പോലീസ് പിടികൂടുമ്പോൾ അക്രമി വിളിച്ചു പറഞ്ഞു. ഇയാളെ രഹസ്യ സംഘത്തിലേക്ക് മാറ്റിയ പോലീസ് ചോദ്യം ചെയ്യുന്നു. നേരത്തെ കേജ്രിവാളിനെതിരെ പഞ്ചാബിലും ദില്ലിയിലും വെച്ച് ചെരുപ്പേറുണ്ടായിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യമായാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 2 ആഴ്ച മുമ്പാണ് രാഹുൽ ഗാന്ധി കർഷക റാലി ആരംഭിച്ചത്. രാഷ്ട്രീയ വൈര്യം തീർക്കാനാണ് രാഹുലിന് നേരെ ചെരുപ്പേറുണ്ടായതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഹുൽ കല്യാണം കഴിച്ച് സജീവ രാഷ്ട്രീയം വിടണമെന്ന് നേരത്തെ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫിനാൻസും അക്കൗണ്ട്സും എന്ന വിഷയത്തിൽ ആൽബർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അഖില കേരള അടിസ്ഥാനത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വിജയികൾക്ക് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഗോശ്രീ ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും CEO യുമായ PG ജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.